അപ്പം ഡെയിലി വ്ളോഗ് ഡേ 2 ആണ് കേട്ടോ ഇന്ന്. ഇതൊന്നും വീട്ടിലാക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അൽബാക്കുന്നത് കുറച്ച് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബീഫ് ബിരിയാണി? ഓക്കെ, സിംഗിൾ ബീഫ് ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പീസ് പണ്ട് 2 പീസ് ഉണ്ടായതാണ്, ഒറ്റ പീസ്. ശരി, നമ്മളെ കബാബ് മീൻ തരിതാണ്. ബുദ്ധിമുട്ടി കഴിക്കുമ്പോൾ ശരിക്കും ടേസ്റ്റ്. ഒരു ചെറിയൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് പോയിട്ട് എടുത്തിട്ട് വരാം. ഇത് നമ്മളെ കണ്ടോത്ത് ഉത്സവം തുടങ്ങലേ, അപ്പം അതിൻ്റെ ഡെക്കറേഷൻ ഇതാണെന്ന്. ഇതല്ല, ഇത് കല്യാണത്തിൻ്റെയാണ്. ഓ, പറയുന്ന പോലെ കല്യാണം ഉണ്ടല്ലേ. അപ്പോൾ പാഴ്സൽ എടുക്കാനായിട്ട് മറ്റേ നമ്മുടെ അനാമേൻ്റെ അടുത്തില്ലേ എക്സ്പ്രസ് ബിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ പാഴ്സൽ കിട്ടിയിട്ടുണ്ട്. ഡിഡാസിൻ്റെ ഷൂ ആണ്, പക്ഷേ ഇത് ഒരു വെയിറ്റും ഇല്ലല്ലോ. അതിലില്ലേ, ഒരു സാധനം മാത്രമേ ഉള്ളൂ. പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പെരുമ്പിലെത്തി. നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോകണം, വന്നിട്ട് ആദ്യം ടൗണിലേക്ക് വരാനുണ്ട്. കളിയാട്ടൊക്കെ അല്ലേ, ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. പർച്ചേസിങ്. എങ്ങനെ കിട്ടായിരിക്കും? പാക്കിംഗ് ഒന്നും ശരിയൊന്നുമില്ലല്ലോ. ആ, വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഹലോ ഗൈസ്, അപ്പം ഇതാ നമ്മ ടൗണിലേക്ക് ഇറങ്ങിയിട്ടായില്ലേ. കൂടെ ഇതാ അൽ സിഗ്നേഷൻ ഉണ്ട്, തളിപ്പറമ്പിൻ്റെ കണ്ണിലുണ്ണിയും. എടാ ഡെയിലി വ്ളോഗ് ഡേ 2 ഇങ്ങനെ ഇട്ടിട്ട് വേണം എനിക്ക് യൂട്യൂബർ ആവാൻ. ഇല്ലേ അന്നാ പിന്നെ പറഞ്ഞ എനക്കറിയുന്നില്ല, എനിക്ക് പറയാൻ കഴിവുകളൊന്നും ഇല്ലല്ലോ. ബാക്കിയുള്ളത് ഇങ്ങനെ വെറുതെ ഫുഡിന്റെ യൂട്യൂബിൽ എന്നെ മുതൽ ഇടണം വെറുത്തേക്ക്. ഇതാ നമ്മ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് മറ്റന്നാ കളിയാട്ടം തുടങ്ങില്ല സിമ്മു, കാരണം കേട്ടാ സ്റ്റാർ ആയിരുന്നു. ഞാൻ വരുന്നില്ല അന്ന്. ഓക്കെ, അപ്പൊ ഒരു ഫുഡ് കുറക്കാം. അപ്പൊ കല്യാണത്തിന് ഭാഗമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാ ഡ്രസ്സും സിമ്മു എടുത്തിരുന്നാന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് സിമ്മുനെ കൂട്ടിയത്. പൈസ കൊടുക്കണം സിമ്മു? പൈസ കൊടുക്കാം. ഓക്കെ, ഇത്ര സ്നേഹമില്ലേ ഒരാള് വേറെ ആരും. കളിയാട്ടത്തിന് വരില്ലാന്നേലും. അപ്പൊ കളിയാട്ടം പർച്ചേസ് ഏകദേശം ആയിട്ടുണ്ട്. നടത്തേക്ക സിമ്മു, നിന്റെ കേക്ക് വെക്കാനാ? ഇപ്പൊ സിമ്മുവിന്റെ ഒരു കേക്ക് കഴിക്കണമെന്നില്ല ആഗ്രഹം. ഇന്ന് ഇതാവാൻ പോയത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, 100% ഉറപ്പ്. കേക്ക് കിട്ടാത്ത സങ്കടത്തിൽ ഇതാ സിമ്മു പോവുകയാണ്. അപ്പോൾ പർച്ചേസിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ സിമ്മുവിൻ്റെ ഒക്കെ ഫുഡ് ഉണ്ട്, അത് കഴിച്ചിട്ട് വരാം. എവിടുന്ന് സിമ്മു? വീട്ടിൽ നിന്ന്. അയ്യോ, കളിയാട്ടത്തിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കുറവുണ്ട്. ഇയാൾ ഓപ്പണാണ്. ആ, ഓപ്പണാണ് അല്ലേ? ടെക്സ്റ്റൈൽസ്, അമീൻ ടെക്സ്റ്റൈൽസ്. ഇവിടുന്ന് സാധനം എടുക്കാണ്ട് നോക്കി നോക്കാലോ. ഞാൻ അന്നേരം പറഞ്ഞില്ല ഇവിടെയല്ലാന്ന്. ഇതാന്ന് ഷോപ്പ്. അപ്പൊ എന്നെ കാണൂല, അതന്നെ കാണാൻ തന്നെ ലോക്കൽ. അപ്പോൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഫുഡ് അടി. ഇമ്മൂനും ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് ഇന്ന് തരിക. കേക്ക് പോയി കിട്ടിയിട്ട. ഇനി ഇതും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ലൈറ്റ് ഇല്ലാടാ. ഇല്ലല്ല, ഉണ്ടറാ. ഉണ്ട്. ഓപ്പണാണ്. സാധാരണ അയാൾ അധികം ഓപ്പൺ ആയിട്ട് ഉണ്ടാവാറില്ല. ഇല്ല, മറ്റുള്ള ലൈറ്റ് ഉണ്ടല്ലോ. ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും, ടൈം ആയില്ലേ. നമ്മുടെ അപ്പവും ചിക്കനും തിന്നാൻ വന്നിട്ടതിൽ 2 ചിക്കൻ ഫ്രൈ നമുക്ക് സ്പെഷ്യൽ വെച്ചത്. അങ്ങനെ സിമ്മുൻ്റെ ആഗ്രഹം നടന്നു. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് പരിപാടി ലൈം സോഡ. ഫസ്റ്റ് ഇതൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് വന്നാലോ, അത് ബെറ്ററോ? എന്തായാലും നമുക്ക് പെരുമ്പിലേക്ക് വരണല്ലോ, ഓരോ വീട്ടിലേക്ക്. ഓക്കെ, വീഡിയോ കട്ട്. അതേ ഉണ്ടാവൂ. ഇത് ഞാൻ എങ്ങനെ എടുക്കും? ഇതിങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ വ്ളോഗ് എടുക്കുന്നപ്പോൾ
ഇതൊന്ന് സ്റ്റാർട്ടാവട്ടെ. അതെ നമ്മുടെ ലൈം സോഡ മാത്രമുള്ള ചിക്കും ഉണ്ട്. ചുമ്മാ ഹാപ്പി ആയില്ലേ? അല്ല ഹാപ്പി ആയില്ലേ? നല്ല തന്നെ ഇങ്ങനത്തെ ലൈം സോഡ ഇതുവരെ കുടിച്ചാ? ഇവിടുന്ന് അമ്മ ചിക്കു കുടിച്ചത്, അതായത് പയ്യന്നോ പെരുമ്പയിലെ സെഞ്ചുറീൻ്റെ തൊട്ടടുത്തില്ല. സോറി, ചിക്കുവല്ല, ലൈം സോഡയിൽ കുടിച്ചത്. ചിക്കോ സാധാരണ കുടിക്കാറിടുന്നു. പോയിക്കൂടെ?